എവിടെയാണ് പ്രശ്നം പറ്റിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫിന്റെ പേര് പറയാൻ മറന്നതല്ല, മനഃപൂർവ്വം പറയാതിരുന്നതാണെന്ന് ജനങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. അതായത് പെങ്ങളുടെ വീഡിയോയിലൂടെ മനാഫിനെ ഒറ്റപ്പെടുത്തിയതാണ്, പെങ്ങളെ അളിയനെ സംരക്ഷിച്ചതാണ് എന്നുള്ളതാണ്. കയ്യിലിരിപ്പ് നന്നായാൽ തെറി ഉണ്ടാവില്ല, സപ്പോർട്ട് ഉണ്ടാവും. കയ്യിലിരിപ്പ് മോശമായ തീർന്ന്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം ഒരു തീയാണ് മനീഷ. ഇതിൽ ആര് തെറി പറയണ്ട എന്നൊന്നും പറയാൻ കഴിയില്ല ആർക്കും. അത് വന്നുകൊണ്ടിരിക്കും. സൈബർ ആക്രമണം എനിക്ക് വരുന്നുണ്ട്, മനാഫിനെതിരെ എനിക്ക് അതാണ് പരാതി എന്ന് പറയാൻ കഴിയില്ല. കാര്യം സൈബർ ആക്രമണം എന്ന് പറയുന്നത് മനാഫല്ല കമന്റ് ഇടുന്നത്. ഇപ്പൊ എന്റെ വണ്ടി ആരുടെ പേരിലാണ്, എന്റെ കുടുംബത്തിലൊരാളുടെ പേരിൽ എനിക്ക് എടുത്തേക്കാം, എനിക്ക് ചിലപ്പോൾ സിവിൽ സ്കോഡ് ഇല്ലെങ്കിൽ. റോബിൻ ബസിന്റെ ആ മുതലാളി രാജണ്ണ, മൂപ്പറുടെ ബസ് എവിടെയായിരുന്നു, ആരായിരുന്നു? കോഴിക്കോട് സ്വദേശിന്റെ ആയിരുന്നു. ജനങ്ങൾ ശരിക്കും ഇത് നോക്കിക്കാണുന്നുണ്ട്. മനീഷിനോട് ഞാൻ എക്സാമ്പിൾ പറയുന്നത്, ഞാൻ ശരിക്കും ഇന്നർ ടീഷർട്ടും ഒരു ബർമൂഡയിട്ട് ഈ ബസ് സ്റ്റാൻഡിനുള്ളിൽ പോയി നിന്ന എന്റെ പേര് ഭ്രാന്തൻ. ആ വാർത്ത വായിക്കുന്ന ബാബു ഭ്രാന്തനായി പോയി എന്നാ പറയാം. അതേ സമയത്ത് ഞാൻ വയനാട് ചുരത്തിന്റെ മുകളിൽ ഞാൻ ടൂറിസ്റ്റാ. ഇതാണ് ജനം. അവർക്ക് തെറി പറയാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള അവകാശമുണ്ട്. അതിന് മനാഫിന്റെ മേലെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നതാ, മനാഫിന്റെ നെഞ്ചത്ത് കയറിയിട്ട് ഒരു കാര്യമില്ല. മനാഫ് ഒരു കാരണവശാലും മനാഫ് തെറി പറഞ്ഞു എന്നുള്ളതാണ് അതിൽ പ്രശ്നം. കുട്ടിയെ, എന്റെ കുട്ടിയിൽ നാലാമതൊരു കുട്ടിയായി വളർത്തും എന്ന് പറയുന്നത് എത്രത്തോളം പ്രശംസനീയാണ്. മനാഫ് പറഞ്ഞത് എത്രത്തോളം പ്രശംസനീയാണ് അല്ലേ? മനാഫിന്റെ മക്കളിൽ ഒരാളായിട്ടാണ് അർജുന്റെ മകനെ വളർത്തുക എന്ന് പറയുന്നത്. ആ പറച്ചിൽ തന്നെ ഒരുപാട് ഒരു വലിയൊരു സ്നേഹത്തിന്റെ കൂമ്പാരാണുള്ളത്. ഇതിനൊന്നും അത്രയ്ക്ക് കടന്ന് ആക്രമിക്കാൻ മനീഷ, നിന്റെ അതേ കാഴ്ചപ്പാടല്ലേ ജനങ്ങൾക്കുള്ളത് അല്ലേ? അല്ലേ? അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? ഇതല്ലേ കേരളം, ഇതല്ലേ കേരളം, ഇതല്ലേ സ്നേഹം? മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്കുള്ള സ്നേഹം ഇതല്ലേ? അതേപോലെ തന്നെ കുടുംബത്തിന്റെ മറ്റൊരു ആരോപണമാണ് ഇവരെ ചില ആളുകൾ ആക്രമിക്കുന്നു എന്നുള്ളത്. ഇതിനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത്? അതായത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം ഇന്ന് പലപ്പോഴും പല വിഷയത്തിലും പല ആളുകളെയും ആക്രമിച്ചുള്ള സാധനമാണ്. അതിന്റെ സോഷ്യൽ മീഡിയയിലുള്ള ആക്രമണം എന്ന് പറയുന്നത് അതിന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. ഒന്നുകിൽ നശിക്കും അല്ലെങ്കിൽ വളരും. ഇതാണ് നമ്മളുടെ ഇത്. പക്ഷേ നശിച്ചും കൊണ്ട് വളരുന്ന ആൾക്കാർ ഒരുപാട്. പക്ഷെ മനീഷ, ഇതിൽ മൈനസിനാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക, ഹൈപ്പ് ഉണ്ടാവുക. പക്ഷെ ചില വിഷയങ്ങളിൽ മൈനസിന് ഹൈപ്പ് പോവും. അതാണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടത്. ഈ എവിടെയാണ് പ്രശ്നം പറ്റിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫിന്റെ പേര് പറയാൻ മറന്നതല്ല, മനഃപൂർവ്വം പറയാതിരുന്നതാണെന്ന് ജനങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. അതായത് പെങ്ങളുടെ വീഡിയോയിലൂടെ മനസ്സിലായി. മനാഫിനെ ഒറ്റപ്പെടുത്തിയതാണ്, പെങ്ങളെ അളിയനെ സംരക്ഷിച്ചതാണ് എന്നുള്ളതാണ്. അപ്പോ പെങ്ങളെ അളിയനെ സംരക്ഷിച്ചതാണ്, അളിയനാണ് ഈ പത്രസമ്മേളനത്തിന്റെ ഒരു തലപ്പത്തിരുന്ന് സംസാരിക്കേണ്ട ആള് എന്നുള്ള ലെവലിലേക്ക് അതിപ്പോ അത്യാവശ്യം വാങ്ങിക്കൂട്ടിണ്ടാവും ആളുകൾ. അതായത് സോഷ്യൽ മീഡിയയില് ഒരാളെ കുറിച്ച് ഓരോ ക്യാരക്ടറും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഇപ്പോ അർജുന്റെ ക്യാരക്ടർ വിലയിരുത്തുന്നുണ്ട്, മനാഫിന്റെ ക്യാരക്ടർ വിലയിരുത്തുന്നുണ്ട്, ഇപ്പൊ അർജുന്റെ അളിയന്റെ ക്യാരക്ടർ വിലയിരുത്തുന്നുണ്ട്, അർജുന്റെ അനിയന്റെ ക്യാരക്ടർ വിലയിരുത്തുന്നുണ്ട്, എല്ലാവരുടെ ക്യാരക്ടർ വിലയിരുത്തുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം ഒരു തീയാണ് മനീഷ. ഇതിൽ ആര് തെറി പറയണ്ട എന്നൊന്നും പറയാൻ കഴിയില്ല ആർക്കും. അത് വന്നുകൊണ്ടിരിക്കും. സൈബർ ആക്രമണം എനിക്ക് വരുന്നുണ്ട്, മനാഫിനെതിരെ എനിക്ക് അതാണ് പരാതി എന്ന് പറയാൻ കഴിയില്ല. കാര്യം സൈബർ ആക്രമണം എന്ന് പറയുന്നത് മനാഫല്ല കമന്റ് ഇടുന്നത്. ഇവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ലോജിക്ക്, ഞാൻ അതാണ് പറയുന്നത്. ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ ചെറിയ രീതിയിലേക്ക് വിലയിരുത്തുന്നത് ജനങ്ങളാണ്, അതുകൂടെ മനസ്സിലാക്കണം. അല്ല, ഈ ജനങ്ങൾ വിലയിരുത്തുന്നതിന്റെ അപ്പുറത്തെ ഒരു സാധനം എന്താ വെച്ചാൽ ജനങ്ങളാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതും. ജനങ്ങൾക്ക് ഇഷ്ടം ഏതാണ് അത് സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ സംഘപരിവാറിന്റെ ആളുകൾ ഇവർക്ക് വേണ്ടി, ഇപ്പൊ ലസിത പാലക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയൊക്കെ ഉണ്ട്. ആ സ്ത്രീയൊക്കെ ശരിക്കും എന്ത് വിവരമില്ലായ്മയാണ് ഇട്ടിരുന്നതാണ്. അതായത് മനാഫിന്റെ ഇപ്പൊ ലോറി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ പൈസ, ഇൻഷുറൻസ് തുക മനാഫ് കൊടുക്കുമോ എന്നാ ചോദിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനി ശരിക്കും മനാഫിന്റെ പേരിലല്ല ഇൻഷുറൻസ് പാസ്സാക്കുക, അത് അർജുന്റെ പേരിലാണ്. അർജുന് കൊടുക്കാനുള്ള രീതിയിലേക്കാ പോവാ. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഇപ്പൊ മനാഫിൻ കുടുംബം തന്നെ ആരോപിച്ചിട്ടുണ്ട് മനാഫിന്റെ പേരിലല്ല വണ്ടി കിടക്കുന്നത്. അല്ല, ഞാൻ അതുകൂടെ പറയാം. ഞാൻ അത് ശരിക്കും മനീഷ ചോദിക്കുന്നത് നന്നായി. ഇപ്പൊ എന്റെ വണ്ടി ആരുടെ പേരിലാണ്, എന്റെ കുടുംബത്തിലൊരാളുടെ പേരിൽ എനിക്ക് എടുത്തേക്കാം, എനിക്ക് ചിലപ്പോൾ സിവിൽ സ്കോഡ് ഇല്ലെങ്കിൽ. എന്റെ വണ്ടി ആരുടെ പേരിലാന്ന് മനീഷക്ക് അറിയാം, എന്റെ പേരിലല്ല. അപ്പൊ ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. മനീഷക്ക് അറിയാം, ശരിക്കും എനിക്ക് അറിയുന്ന ആളുകൾക്ക് അറിയാം
എന്റെ വണ്ടി ആരുടെ വണ്ടിയാന്നുള്ളത്. അത് ആരുടെ പേരിലുണ്ട് എന്നുള്ളതല്ല. മനീഷയുടെ ഹസ്ബൻഡിന്റെ പേരിൽ വണ്ടി എടുക്കാം, മനീഷ ഉപയോഗിക്കാം. മനീഷിന്റെ അനിയത്തിന്റെ പേരിൽ വണ്ടി എടുക്കാം, മനീഷക്ക് ഉപയോഗിക്കാം. പുറത്തൊരാളുടെ പേരിൽ എടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വരിക. സ്വാഭാവികമാണ് ഈ സാധനം. വണ്ടി ഒരാളുടെ പേരിൽ പ്രശ്നമുണ്ട് എന്നുള്ളതല്ല. മനാഫ് വണ്ടി ആരുടെ പേരിലുണ്ട് എന്നുള്ളതല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. ആരാണ് എവിടെ നിന്നാണ് ലോഡ് കയറ്റിക്കൊണ്ടിരുന്നത്? അത് സാഗർ ടിമ്പേഴ്സ് എന്നാണ്. അവിടെ നിന്നാണ് തിരിച്ചു വന്നുകൊണ്ടിരുന്നത് അല്ലെ. വണ്ടികൾ പലപ്പോഴും സിവിൽ സ്കോർ നഷ്ടപ്പെടുന്ന സമയത്ത് പല ആൾക്കാരുടെ പേരിൽ വണ്ടി എടുക്കലുണ്ട്. ഇപ്പൊ ഇവിടുന്ന് രജിസ്ട്രേഷൻ ഇല്ല, കർണാടക രജിസ്ട്രേഷനിൽ വണ്ടി ചെയ്യാറുണ്ട്, ബോംബെ രജിസ്ട്രേഷനിൽ വണ്ടി ചെയ്യാറുണ്ട്, തമിഴ്നാട് രജിസ്ട്രേഷനിൽ വണ്ടി ചെയ്യാറുണ്ട്. അതിനൊക്കെ പ്രത്യേക കാരണങ്ങളുണ്ട്. ഇതൊക്കെ ബിസിനസിന്റെ ഭാഗങ്ങളാണ്. ഇപ്പൊ നമ്മുടെ വണ്ടി ഒന്ന് കമ്പനിയുടെ പേരിലാണെങ്കിൽ നമ്മുടെ പേരിൽ പേഴ്സണൽ പേരിലുണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം. ഞാൻ പറയുന്നത് അത് എക്സ്പ്രഷൻ കൊടുക്കാന്ന് ആളുകൾക്ക് മനസ്സിലാവും. ഇപ്പൊ എല്ലാവരും ഇന്ന് സിവിൽ സ്കോറിന്റെ പിടിയില്ല. അപ്പൊ വണ്ടി ആരുടെ പേരെടുക്കണം? അത് കുടുംബത്തിലൊരാളുടെ പേരിലാണ്. ഒന്നുമല്ലാത്ത ബന്ധമല്ലല്ലോ. ഇപ്പൊ റോബിൻ ബസ്സിന്റെ ആ മുതലാളി രാജണ്ണ, മൂപ്പറുടെ ബസ് എവിടെയായിരുന്നു? ആരായിരുന്നു? കോഴിക്കോട് സ്വദേശിന്റെ ആയിരുന്നു. അവിടെ അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കിയില്ല. മനസ്സിലായോ? അദ്ദേഹം മൗനം പാലിച്ചു. എന്റെ വണ്ടിയാന്ന് പോലും അദ്ദേഹം പറയാൻ വന്നില്ല. പക്ഷെ അദ്ദേഹത്തെ കൂടെ കൂട്ടി എന്റെ വണ്ടിയല്ല ഇത് ഇദ്ദേഹത്തിന്റെ വണ്ടിയെന്ന് പറഞ്ഞു. അതിന് യാതൊരു തെറ്റുമില്ലാന്നേ. ഇത് RC ആരുടെ പേരിലാണോ എന്നുള്ളതല്ല പ്രശ്നം, ആര് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് പല കേസുകളിലൊക്കെ ശരിക്കും തെളിവ് വരാറുണ്ട്. അതോടൊപ്പം തന്നെ മനീഷ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലെ ആക്രമണം ഞങ്ങൾക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ സാധാരണ രീതിയിലേക്ക് ജനങ്ങൾ എന്ന് പറയുന്ന സാധനം വല്ലാത്ത രീതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അത് പലപ്പോഴും പല ആളുകളോടും നമ്മൾ പറയാറുള്ളതാണ്. ജനങ്ങളെ പേടിച്ച് ജീവിക്കരുത്, അല്ലെങ്കിൽ ജനങ്ങളെ പേടിയില്ല എന്ന് പറയുന്ന ആളുകൾ വരെ ജനങ്ങളുടെ പേടിയിൽ അകപ്പെട്ടുണ്ടാവും. ജനങ്ങൾ ശരിക്കും ഇത് നോക്കിക്കാണുന്നുണ്ട്. മനീഷിനോട് ഞാൻ എക്സാമ്പിൾ പറയുന്നത്, ഞാൻ ശരിക്കും ഇന്നർ ടീഷർട്ടും ഒരു ബർമൂഡയിട്ട് ഈ ബസ് സ്റ്റാൻഡിനുള്ളിൽ പോയി നിന്ന എന്റെ പേര് ഭ്രാന്തണ്ണ, ആ വാർത്ത വായിക്കുന്ന ബാബു ഭ്രാന്തനായി പോയി എന്നാ പറയാം. അതേ സമയത്ത് ഞാൻ വയനാട് ചുരത്തിന്റെ മുകളിൽ നിന്നാ ഞാൻ ടൂറിസ്റ്റാണ്. ഇതാണ് ജനം. അപ്പൊ അതുകൊണ്ട് ജനത്തെ തെറി പറയാം. അവർക്ക് അവരുടേതായ അവകാശമുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അവർക്ക് തെറി പറയാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള അവകാശമുണ്ട്. അതിന് മനാഫിന്റെ മേലെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നതാ, മനാഫിന്റെ നെഞ്ചത്ത് കയറിയിട്ട് ഒരു കാര്യമില്ല. ഒരു കാരണവശാലും മനാഫ് തെറി പറഞ്ഞു എന്നുള്ളതാണ് അതിൽ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ മനാഫിനെതിരെ എന്ത് ചെയ്യാം? നടപടി എടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. മനാഫ് തെറി പറഞ്ഞു ഞങ്ങളെ എന്ന് തെളിവുണ്ടെങ്കിൽ മനാഫിന്റെ ചാനലുമായിട്ടോ മനാഫിന്റെ ഐഡിയുമായിട്ട് വന്ന് തെറി പറഞ്ഞു. കയ്യിലിരിപ്പ് നന്നായാൽ തെറി ഉണ്ടാവില്ല, സപ്പോർട്ട് ഉണ്ടാവും. കയ്യിലിരിപ്പ് മോശമായാൽ തീർന്ന്. അത് സോഷ്യൽ മീഡിയന്റെ വലിയ പ്രശ്നമാണ്. നന്നാക്കാനും തളർത്താനും സോഷ്യൽ മീഡിയക്ക് അറിയാം മനീഷ. ഞാനിത് വളരെ ക്ലിയർ ആയിട്ട് സാധാരണക്കാർക്ക് അറിയാവുന്ന രീതിയിലേക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊന്നും കുറ്റപ്പെടുത്തുന്നതല്ല. നിങ്ങളൊക്കെ നമ്മളെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ നമ്മളെ ചിലപ്പം ചില വീഡിയോയിൽ തെറി പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് പലപ്പോഴും എന്നോടൊക്കെ പല ആളുകളും പുറത്തു പോകുമ്പോൾ മനീഷ നിങ്ങളെ ഞാനൊരു തെറി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. കാര്യം എന്താ വെച്ചാൽ ഈ തെറി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് അത് അവരുടെ അവകാശമാണ്. അത് ചിരിച്ച് തള്ളിയാൽ മതി. നമ്മൾ ഈ സാധനം വരുമ്പോൾ ഇപ്പോ വേറെ വിഷയവും വലിയ സംഭവം ഉണ്ടായതാ, യൂട്യൂബ് ചാനലിന് 200K സബ്സ്ക്രിപ്ഷനായി. വെറും വട്ട പൂജ്യത്തിൽ കിടക്കുന്ന സാധനം. അപ്പൊ തെറി പറയാ എന്നുള്ള സാധനം ശരിക്കും എന്താണ്? അവരുടെ അവകാശമാണ്. അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ള സാധനം. 4 കുടത്തിന്റെ വായ മൂടിയാലും 4 മനുഷ്യന്മാരുടെ വായ മൂടാൻ കഴിയില്ല എന്ന് പറയാൻ കേട്ടിട്ടുണ്ടോ പഴഞ്ചൊല്ല്? അതേപോലെയാണ് ശരിക്കും അതേപോലെയാണ് ശരിക്കും സോഷ്യൽ മീഡിയ. പിന്നെ അവര് പറയുന്ന വേറൊരു കാര്യം പറയാം. അവർ ആരോപിച്ച കുട്ടിയെ എന്റെ കുട്ടിയിൽ 4മതൊരു കുട്ടിയായി വളർത്തും എന്ന് പറയുന്നത് എത്രത്തോളം പ്രശംസനീയമാണ്. മനാഫ് പറഞ്ഞത് എത്രത്തോളം പ്രശംസനീയമാണ് അല്ലേ? ഇനി അവർക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ടാവട്ടെ. ഞാൻ പറയുന്നത് മനീഷിനോട് കോടിക്കണക്കിന് സ്വത്തുണ്ടാവട്ടെ. ഇപ്പോ ഞാൻ ചെറിയൊരു കാര്യം പറയാം. മനീഷ് എന്റെ കുട്ടിയുമായിട്ട് ഞാൻ പലപ്പോഴും സംസാരിക്കാറില്ല. എനിക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? സ്നേഹമാണ് അല്ലേ? എപ്പോഴും സംസാരിക്കാറില്ലേ? ഞാൻ കാണുമ്പോൾ എന്നെ ചോദിക്കാറില്ലേ ഞാൻ എന്തെങ്കിലും ബന്ധമുണ്ടോ മനീഷ എന്നുള്ള? ഞാൻ എന്നെ കുറിച്ച് പ്രേക്ഷകരോട് ഞാൻ പറയുന്നത് എന്നെ കുറിച്ച് പറയുന്നതല്ല. ഒരാളുടെ കുട്ടി, ഇപ്പോ എന്റെ കുട്ടിയെ ഒരാളെ നോക്കാം എന്ന് പറയാണല്ലോ ചെയ്യുന്നത്. എന്റെ കുട്ടികളെ പോലെ നോക്കാന്നാണല്ലോ പറയുന്നത്. അനാഥാലയത്തിൽ കൊണ്ട് നിർത്തുന്നല്ലോ പറയുന്നത്. ആണോ? എന്റെ കുട്ടികളെ പോലെ നോക്കാന്നാ പറയുന്നത്. അത് സ്വാഗതാർഹമല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്. അത് എന്തിനാണ് അത് ഇത്ര പ്രശ്നമാക്കി എന്നാണ് മനീഷ എനിക്ക് ചോദിക്കാറുള്ളത്. എന്തിനാണ് ഇത്ര പ്രശ്നമാക്കിയത് അത്തരം വിഷയങ്ങൾ? എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഇത് ശരിക്കും സ്വാഗതം ചെയ്യേണ്ട വിഷയമാണ്. മനാഫ് മനുഷ്യനാണെന്നുള്ള ഏറ്റവും വലിയ തെളിവ്. കുട്ടിയെ നോക്കുമെന്ന് പറഞ്ഞു. അത് അങ്ങനെ കണ്ടാ മതിയെന്ന്.
അതിനപ്പുറത്തേക്ക് എന്തിനാണ് ഇത്രയും വിവാദങ്ങൾ അതിനു മുന്നേ മനാഫ് പറഞ്ഞിട്ടുണ്ട് എന്റെ വീട് വിറ്റിട്ടാണെങ്കിലും ഞാൻ അർജുനെ അല്ല അത് നമ്മളെ വീഡിയോയിലൂടെ പറഞ്ഞ് ആ, വീട് വിട്ടിട്ടാ ഞാൻ പറയുന്നത്. അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ഉണ്ടായത്? ജനങ്ങൾ എന്തുണ്ടായി? ജനങ്ങൾ ഇപ്പൊ തെറി പറയരുതെന്ന് പറഞ്ഞു. തെറി പറയണ കണ്ടീഷനിലേക്ക് കൂടുകയല്ലേ ചെയ്യാം അല്ലെ? സാധാരണ രീതിയിലേക്ക് ഒരു പ്ലാനിങ് ഇല്ലാത്ത ലെവലിലേക്ക് എന്താണ് സംഭവം എന്ന് അറിയാത്ത ലെവലിലേക്ക് പോയത് കൊണ്ടല്ലേ ഈ സംഭവം സംഭവിച്ചത്. ശരിയല്ലേ? ശരിയാണ്. മനീഷക്ക് എന്താണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്? എനിക്ക് എന്റെ മകൾ എത്ര പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. അതേപോലെ തന്നെ മനാഫിന്റെ മക്കളിൽ ഒരാളായിട്ടാണ് അർജുന്റെ മകനെ വളർത്തുക എന്ന് പറയുന്നത്. ആ പറച്ചിൽ തന്നെ ഒരുപാട് ഒരു വലിയൊരു സ്നേഹത്തിന്റെ കൂമ്പാരാണുള്ളത്. ഇതിനൊന്നും അത്രയ്ക്ക് കിടന്ന് ആക്രമിക്കാൻ മനീഷ, നിന്റെ അതേ കാഴ്ചപ്പാടല്ലേ ജനങ്ങൾക്കുള്ളത് അല്ലെ? അതെ അല്ലെ? അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? ഇതല്ലേ കേരളം? ഇതാണ് ഇതല്ലേ കേരളം? ഇതല്ലേ സ്നേഹം? അതെ. മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്കുള്ള സ്നേഹം ഇതല്ലേ? അതെ. ഇത് തന്നെയല്ലേ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? അത്തരം വാക്കുകൾ പറയുമ്പോ സോഷ്യൽ മീഡിയയിൽ കമന്റ് മൈനസ് അല്ലേ വരൂ? മോശമായി പറഞ്ഞ